ഹായ്, SL ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത് നമ്മുടെ എല്ലാവരുടെയും റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ആ റിലേഷൻഷിപ്പ് എൻഡ് ചെയ്യാൻ പോവുകയാണ് എന്നുണ്ടെങ്കിൽ, അതായത് ആ റിലേഷൻഷിപ്പ് അവസാനിക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിൽ കുറേ സൂചനകൾ കിട്ടും എന്നുള്ളതാണ്. അതായത് റിലേഷൻഷിപ്പ് തന്നെ നമുക്ക് അതിനുള്ള കുറേ സൂചനകൾ തരാറുണ്ട്. സോ അത്തരത്തിൽ റിലേഷൻഷിപ്പ് എൻഡ് ആവാനായി എന്നുണ്ടെങ്കിൽ എന്തൊക്കെ സൂചനകളായിരിക്കും അതിലുണ്ടായിരിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ സൈൻ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചോ അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പിലുള്ള ഒരു പേഴ്സണെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് നമുക്ക് യാതൊരു സമാധാനവും കിട്ടില്ല എന്നുള്ളതാണ്. ഇത് നമുക്ക് തന്നെ കിട്ടുന്ന ഒരു സൈനാണ്. അതായത് നമ്മുടെ മൈൻഡിനെ നമ്മളോട് പറയുകയാണ് ഈ റിലേഷൻഷിപ്പ് ശാശ്വതമല്ല, അതായത് വളരെ പെട്ടെന്ന് അവസാനിക്കാനായി. അതേപോലെ തന്നെയാണ് നമുക്ക് ആ പാർട്ട്ണറെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്താണെങ്കിലും ഇത് ഒരുപാട് നാൾ മുന്നോട്ട് പോകും എന്നൊരു തോന്നൽ നമുക്ക് ഉണ്ടായിരിക്കില്ല. അതായത് ഇപ്പം നമുക്ക് റിലേഷൻഷിപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേരിനൊരു റിലേഷൻഷിപ്പ് ഉണ്ട്, പക്ഷേ പ്രത്യേകിച്ച് ആ റിലേഷൻഷിപ്പ് ഉണ്ട് എന്നുള്ളതിന്റെ ഫീലിംഗ്സ് ഒന്നും നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കില്ല എന്നുള്ളതാണ്. ആ റിലേഷൻഷിപ്പ് ഉള്ളതും ഇല്ലാത്തതും തമ്മിൽ യാതൊരു വ്യത്യാസം ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ് ഇവിടെ ശരിക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. സോ ഇത്തരത്തിൽ ആ റിലേഷൻഷിപ്പിനെ കുറിച്ചോ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് നമുക്ക് പ്രത്യേകിച്ച് സമാധാനമൊന്നും കിട്ടില്ല എന്നുള്ളതാണ്. സമാധാനമോ സന്തോഷമോ ഒന്നും കിട്ടുന്നുണ്ടാവില്ല. എപ്പോഴും ടെൻഷൻസ് ആണ്. അതായത് ഇതിന്റെ അവസാനം എന്തായിരിക്കും, ഇങ്ങനെയുള്ള ചിന്തകളും പേടിയുമായിരിക്കും നമ്മുടെ മനസ്സിലേക്ക് എപ്പോഴും വന്നുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. സോ ഇതാണ് നമ്മളുടെ ഒന്നാമത്തെ സൈൻ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ സൈൻ എന്ന് പറയുന്നത് നമുക്ക് തന്നെ ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണ്, ഞാൻ ഒരുപാട് സ്നേഹത്തിന് വേണ്ടിയിട്ട് അവരുടെ പുറകെ നടക്കുന്നുണ്ട് അല്ലെങ്കിൽ യാചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഇനി ഒരിക്കലും ഞാൻ സ്നേഹിക്കപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നുള്ളത്. അതായത് നിങ്ങൾക്ക് അവരിൽ നിന്ന് സ്നേഹം വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും. സോ നിങ്ങൾ അങ്ങോട്ട് കുറേ യാചിച്ച് പോകുന്നുണ്ടായിരിക്കും, അവരെ ഡിപ്പെൻഡ് ചെയ്ത് പോകുന്നുണ്ടായിരിക്കും. എനിക്കൊരു സ്നേഹം തരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മേ ബി നിങ്ങൾ കംപ്ലൈൻസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ റിക്വസ്റ്റ് ആയിട്ട് അവരോട് പറഞ്ഞിട്ടുണ്ടായിരിക്കും, എനിക്ക് കുറച്ചുകൂടി എന്നെ ഒന്ന് സ്നേഹിച്ചുകൂടെ അല്ലെങ്കിൽ സ്നേഹത്തോട് പെരുമാറിക്കൂടെ, ഇങ്ങനെയൊക്കെ നിങ്ങൾ അവരോട് ചോദിച്ചിട്ടുണ്ടായിരിക്കാം എന്നുള്ളതാണ്. പക്ഷെ അവരുടെ ഭാഗത്തു നിന്ന് യാതൊരു രീതിയിലുള്ള റെസ്പോൺസും കാണുന്നുണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ മാറ്റമൊന്നും കാണാനായിട്ട് കഴിയുണ്ടാവില്ല എന്നുള്ളതാണ്. സോ നിങ്ങൾക്ക് തന്നെ ഇപ്പം അറിയാം, ഇനി എത്ര കഴിഞ്ഞാലും ഞാൻ ഇയാളെ കൊണ്ട് സ്നേഹിക്കപ്പെടുമെന്ന് തോന്നുന്നില്ല എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകുന്നുണ്ടായിരിക്കും എന്നുള്ളതാണ്. അതായത് നിങ്ങൾ ഒരുപാട് അവരോട് സ്നേഹത്തിന് വേണ്ടി യാചിച്ചിട്ടുണ്ടായിരിക്കാം, പക്ഷെ ഇപ്പോഴും മാറ്റമൊന്നും കാണുന്നില്ല. സോ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, ഇനി ഒരിക്കലും എനിക്ക് അവരിൽ നിന്ന് സ്നേഹം കിട്ടുമെന്ന് തോന്നുന്നില്ല എന്നുള്ളത്. ഇങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെയാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ അതും നമുക്കുള്ള മറ്റൊരു സൈനാണ്, നിങ്ങളുടെ റിലേഷൻഷിപ്പ് അധികകാലം മുന്നോട്ട് പോവില്ല എന്നുള്ളതിന്റെ. ഇനി മൂന്നാമത്തെ ഒരു സൈൻ എന്ന് പറയുന്നത്, നമ്മുടെ പാർട്ട്ണറുടെ സ്വഭാവത്തിൽ കുറേയൊക്കെ മാറ്റങ്ങൾ വരികയാണ് എന്നുള്ളത്. അതായത് മുമ്പേ കുറേ ക്വാളിറ്റീസ് ഉണ്ടായിരുന്നു, ആ ക്വാളിറ്റി ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതായിരുന്നു, നിങ്ങൾ അതിന് ഒരുപാട് വാല്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ അതൊന്നും കാണുന്നില്ല എന്നുള്ളത്. അതായത് ആ ക്വാളിറ്റീസ് ഒന്നും ഇപ്പൊ കാണുന്നില്ല, ആൾ ഒരുപാട് മാറിയിട്ടുണ്ട്. ഇപ്പോൾ ആ രീതിയിലല്ല നമ്മളോട് പെരുമാറുന്നത് എന്നുണ്ടെങ്കിൽ, മുമ്പൊക്കെ ഭയങ്കര നല്ല ആളായിട്ട് പെരുമാറിയിട്ടുള്ള ഒരാളായിരിക്കാം, പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല, ഭയങ്കര മോശമായിട്ടാണ് പെരുമാറുന്നത്. കുറെ ആയിട്ട് അങ്ങനെ തന്നെയാണ്, മാറ്റമൊന്നും കാണുന്നില്ല. അപ്പൊ ഇത്തരത്തിൽ മുമ്പുണ്ടായിരുന്ന അവരുടെ ക്വാളിറ്റീസ് ഇപ്പോൾ കാണുന്നില്ല, ഫുൾ നെഗറ്റീവായ രീതിയിലാണ് നമ്മളോട് പെരുമാറുന്നത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ബിഹേവിയർ ആണ് അവരുടെ ഭാഗത്തുനിന്ന് എപ്പോഴും കാണാൻ കഴിയുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം, ഒന്നില്ലെങ്കിൽ അവർക്ക് നിങ്ങളെ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പ് വേണ്ട എന്ന് വെക്കാനുള്ള താല്പര്യം കൊണ്ടായിരിക്കാം അവരങ്ങനെ പെരുമാറുന്നത്, അതല്ലെങ്കിൽ അവരുടെ ശരിക്കുള്ള ക്യാരക്ടർ ഇതായിരിക്കാം എന്നുള്ളതാണ്. അപ്പൊ ഇതിലേതാണ് എന്നുണ്ടെങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് കഴിയില്ല എന്നുള്ളതാണ്. സോ ഇങ്ങനെയാണ് റിലേഷൻഷിപ്പ് പോകുന്നത് എന്നുണ്ടെങ്കിലും അധികം വൈകാതെ തന്നെ ആ റിലേഷൻഷിപ്പിൽ ബ്രേക്കപ്പ് സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി നമുക്കുള്ള നാലാമത്തെ ഒരു സൈൻ എന്ന് പറയുന്നത്, ഈ ഒരു ബന്ധത്തെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിലെ കംപ്ലൈൻസ് മാത്രമാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ, അതായത് പാർട്ട്ണറോട് സംസാരിക്കാനാണെന്നുണ്ടെങ്കിലും ഇപ്പൊ എന്തെങ്കിലും കാര്യം പറയാനായിട്ട് വരികയാണെന്നുണ്ടെങ്കിലും അതെല്ലാം കംപ്ലൈൻസ് മാത്രമാണ്. ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് നല്ലതൊന്നും നിങ്ങളുടെ മനസ്സിൽ വരുന്നില്ല, നല്ല ഓർമ്മകൾ വരുന്നില്ല, പറയാനായിട്ട് നല്ല രീതിയിലുള്ള വാക്കുകൾ വരുന്നില്ല, അല്ലെങ്കിൽ അവരോട് എന്തെങ്കിലും ഇപ്പം നമ്മൾ അന്നുണ്ടായിരുന്ന നമ്മുടെ മൊമെന്റ്സ് വളരെ നല്ലതായിരുന്നു, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ട്രിപ്പ് പോവാം അങ്ങനെ പോവാം, അല്ലെങ്കിൽ അന്ന് മുമ്പേ ഉണ്ടായിരുന്ന പല സംഭവങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് പറയണം എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിലും അതിനുള്ളതൊന്നും നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ്. അതായത് അത്തരത്തിൽ നല്ല നല്ല ഓർമ്മകൾ നിങ്ങളുടെ അടുത്ത് ഉണ്ടായിരിക്കില്ല. എപ്പോൾ നോക്കിക്കഴിഞ്ഞാലും അല്ലെങ്കിൽ എന്ത് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് അത് കംപ്ലൈൻസ് മാത്രമായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ, അതായത് എൻ്റെ അടുത്ത് ഒന്നും സംസാരിക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് പുറത്തു പോകുന്നില്ല, സ്നേഹത്തോടെ ഒരു വാക്ക് പോലും ഉണ്ടെന്നില്ല, ഇങ്ങനെയൊക്കെ ഫുള്ള് കംപ്ലൈൻസ് മാത്രമാണ് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് മനസ്സിലാക്കാം, കംപ്ലൈൻസ് മാത്രം വരുന്ന റിലേഷൻഷിപ്പുകൾ ഒന്നും നിലനിൽക്കില്ല എന്നുള്ളതാണ്. ഏതൊരു ബന്ധത്തിലും പരാതികൾ ഉണ്ടായിരിക്കാം, പരിഭവങ്ങൾ ഉണ്ടായിരിക്കാം, ഇണക്കവും പിണക്കവും ഒക്കെ ഉണ്ടാവും. പക്ഷെ എപ്പോഴും പരാതികളും പരിഭവങ്ങളും മാത്രമാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ആ റിലേഷൻഷിപ്പ് അധികകാലം നിൽക്കില്ല എന്നുള്ളത് നമുക്ക് തന്നെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുള്ളതാണ്. സോ ഇത്തരത്തിൽ എപ്പോഴും കംപ്ലൈൻസ് മാത്രമാണ് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ, അവരോട് സംസാരിക്കുന്ന ടൈമിൽ പോലും പരാതികൾ മാത്രമാണ് ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയാനായിട്ട് കഴിയുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ അത് റിലേഷൻഷിപ്പ് അവസാനിക്കാൻ പോകുന്നതിന്റെ മറ്റൊരു സൈനായിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കാണുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പാർട്ട്ണർ മീൻസ് നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു പേഴ്സന്റെ ഭാഗത്തുനിന്നായിരിക്കും മേ ബി ഉണ്ടായിരിക്കുക. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് അവർ പെരുമാറുന്നത് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിന്റെ
പ്രസന്റ് സിറ്റുവേഷൻ ഇങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇനി ആ റിലേഷൻഷിപ്പിൽ നിന്നിട്ട് കാര്യമില്ല എന്നുള്ളതാണ്. ഒന്നില്ലെങ്കിൽ നിങ്ങളായിട്ട് തന്നെ ഇറങ്ങി പോകാം, അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കും അവരായിട്ട് തന്നെ അത് വേണ്ടാന്ന് വെക്കുന്നുള്ളതാണ്. അതിനേക്കാൾ ബെറ്റർ നിങ്ങൾക്ക് തന്നെ വേണ്ടാന്ന് വെക്കുന്നതാണ്. ഇനിയിപ്പോൾ അങ്ങനെയല്ല, ആ വ്യക്തിയെ തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരണം, അവർ തന്നെ എനിക്ക് വേണം, അവർ ഇപ്പൊ സ്നേഹമില്ലാത്തതുപോലെ ആണെന്നുണ്ടെങ്കിലും അവരുടെ സ്നേഹം എനിക്ക് തിരികെ കിട്ടണം, ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ അവർ മാറണം എന്നൊക്കെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാം. ഇവിടെ എന്താണ് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിലേഷൻഷിപ്പ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത് നിങ്ങൾക്കൊരു അഡ്വൈസ് തരാനായിട്ടൊരു പേഴ്സൺ ഇല്ല എന്നുള്ളതാണ്. അതായത് ഗൈഡ് ചെയ്യാനായിട്ട് ഒരാളില്ലാത്തത് കൊണ്ടുള്ള പ്രശ്നമായിരിക്കാം മേ ബി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരുന്നുണ്ടായിരിക്കാം. സോ എന്താണ് നിങ്ങളുടെ ക്ലിയർ ആയിട്ടുള്ള പ്രോബ്ലം എന്നുള്ളത്, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിന്റെ പ്രസന്റ് സിറ്റുവേഷൻ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തരികയാണെന്നുണ്ടെങ്കിൽ അതിന് എന്ത് ചെയ്യണം എന്നുള്ള ഒരു പ്രോപ്പർ ഗൈഡൻസും ഞങ്ങൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. സോ അതിനെക്കുറിച്ച് ഇപ്പോൾ എന്താണ് നിങ്ങൾ ഇനി തുടർന്ന് ചെയ്യേണ്ടത്, മുന്നോട്ട് ഇനി എങ്ങനെ പോകണം, അല്ലെങ്കിൽ ആ വ്യക്തിയെ തന്നെ എൻ്റെ ലൈഫിലേക്ക് ഞാൻ ആഗ്രഹിച്ചതുപോലെ കൊണ്ടുവരാനായിട്ട് ഞാൻ എന്ത് ചെയ്യണം, ഇങ്ങനെയൊക്കെ അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം. സ്ക്രീനിൽ ഏറ്റവും മുകളിലായിട്ട് നമ്മളെ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ പ്രോബ്ലം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് പറയാം. ഇപ്പം നിങ്ങൾക്ക് എക്സിനെ തിരികെ കൊണ്ടുവരാനായിരിക്കാം, അല്ലെങ്കിൽ പ്രസന്റ് റിലേഷൻഷിപ്പ് കുറച്ചുകൂടി സ്ട്രോങ് ആക്കി മുന്നോട്ട് കൊണ്ടുപോകാനായിരിക്കാം, അതല്ലെങ്കിൽ നിങ്ങളുടെ വെൽത്ത് ഇഷ്യൂ ആയിരിക്കാം. അങ്ങനെ എന്ത് ഇഷ്യൂ ആണെന്നുണ്ടെങ്കിലും, അതും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ബാധിക്കുന്ന ഏത് ഇഷ്യൂ ആണ് എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് പറയാവുന്നതാണ്. അപ്പോൾ തുടർന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഒരു പ്രോപ്പർ ഗൈഡൻസ് ഞങ്ങൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്